കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. നേവിയുടെയും NDRFന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്നും സ്ഥിരീകരണമുണ്ട്. GPS സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന നടക്കുകയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ ഫുൾ ഫ്ലോസിലാണ്. ഇപ്പോൾ 20 വണ്ടി പിന്നെ 2 NDRFിൻ്റെ ടീമുണ്ട്. നമുക്ക് നേരിട്ട് കോർഡിനേഷൻ ഉണ്ട്. ജില്ലാ കളക്ടർ ടു ജില്ലാ കളക്ടർ ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവൽ നമുക്ക് ഡിസ്കഷൻ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും എല്ലാവരും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ സംസാരിച്ചിട്ട് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ക്ലിയർ കൺഫർമേഷൻ അവർ കിട്ടിയിട്ടില്ല. കാരണം കുറച്ച് ബോഡീസ് അവർ റിക്കവർ ചെയ്തു. നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാരണം അവിടെയൊക്കെ റിപ്പോർട്ടും ന്യൂസും പോലീസിലും എല്ലാം ഉണ്ട്. പക്ഷെ അവിടുത്തെ റെസ്ക്യൂ സംവിധാനം ഭയങ്കര ഇതാണ്. അവിടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഒരു സ്പേസ് നോക്കി ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വരെ അവൻ്റെ വണ്ടി എഞ്ചിൻ ഓൺ ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അവരും പറയുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ അവൻ ഉണ്ടെങ്കിൽ, കാരണം വണ്ടിക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ എവിടെയൊന്നും ഉണ്ട്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. GPS ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് മൂടി കിടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം ഇവർ അവിടെയുള്ള ആളുകളടുത്ത് പറഞ്ഞിട്ട് ഇതുവരെ ആ ഒരു സ്ഥലത്തെ മണ്ണ് നീക്കാൻ ആരും തന്നെ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, മണ്ണിനടിയിലെ ജീവന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വിവരം അനുസരിച്ച് പുഴയിലേക്ക് ലോറി മറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഒപ്പം GPS സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് മാന്തി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണ് നീക്കി ഉള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ തെരച്ചിൽ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ GPS ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ലോറി കണ്ടു എന്ന് അറിയുന്ന സ്ഥലത്ത് നിന്നുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് ഇപ്പോൾ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം ആരോപിച്ചിരുന്ന വലിയൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ലോറിയുടെ സിഗ്നൽ നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ആ സമയത്ത് തന്നെ ഈ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തനം, അതായത് ഈ തിരച്ചിൽ നടത്തുന്ന സംഘാംഗങ്ങൾ ഏകോപനപരമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ വലിയൊരു ഫലം കണ്ടിരുന്നേനെ എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. കർണാടക സർക്കാരിന്റെ ഏകോപനത്തെ പറ്റി വലിയൊരു അവരുടെ പ്രവർത്തനത്തെ പറ്റി വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഇന്നേക്ക് 4 ദിവസമായി ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ട് അറിയിക്കേണ്ട സംവിധാനങ്ങളെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥരെ അധികൃതരെ ഒക്കെ തന്നെയും ഇവർ വിവരം അറിയിച്ചു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് ഈ അർജുന്റെ സഹോദരി നമ്മോട് വ്യക്തമാക്കിയിരുന്നത്. പലതവണ അധികൃതർക്കടക്കം പരാതി അടക്കം നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് പുഴയിലേക്ക് ഈ ലോറി മറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം നേരത്തെ ലഭ്യമായിരുന്നു. എന്നാൽ പുഴയിലേക്ക് ലോറി മറിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ നേവി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നേവി ഉദ്യോഗസ്ഥർ ഈ പുഴയിലൊക്കെ തന്നെയും തിരച്ചിൽ നടത്തി. അതിനുശേഷം ഉദ്യോഗസ്ഥർ പുഴയിൽ നിന്നും കരയിലേക്ക് കയറി എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഈ GPS സംവിധാനം ഉപയോഗിച്ച് ലോറി നിൽക്കുന്ന ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് തന്നെയാണ്. അവിടെ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വലിയൊരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. അല്പം മുൻപാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അർജുന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയത്. അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ഉള്ള വിവരം അനുസരിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് അദ്ദേഹം പറഞ്ഞത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വരെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പുഴയിലേക്ക് ലോറി വീഴുവാനുള്ള സാഹചര്യം ഇല്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായത്. എന്തായാലും അർജുന് വേണ്ടി ഒരു നാടും വീടും ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. അർജുന്റെ വീട്ടുകാരുടെ മുൻപിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് 15-ാം തീയതി വൈകുന്നേരം അർജുൻ വീട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 16-ാം തീയതി രാവിലെ വരെ, ഈ 15-ാം തീയതി വിളിച്ച് അവസാനമായി അദ്ദേഹം പറഞ്ഞത് അവിടെ മഴയുണ്ട്, എന്നാൽ യാത്ര സേഫായി തന്നെ യാത്ര ചെയ്യുന്നു എന്നൊരു കാര്യമാണ് അർജുൻ പറഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 16-ാം തീയതി
രാവിലെ വരെ അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. അർജുന്റെ ലൊക്കേഷനും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തൊട്ട് അതായത് ഈ 16-ാം തീയതി രാവിലെ കുറച്ച് സമയത്തിന് ശേഷമാണ് അർജുന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയത്. അപ്പൊ തന്നെ വീട്ടുകാർക്ക് മനസ്സിലായി എന്തോ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് അവർ അധികൃതരെ ഒക്കെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഒരു മണ്ണിനടിയിൽ ഒരു ജീവൻ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടങ്ങുന്നു. എന്നിട്ട് പോലും അയാളെ രക്ഷിക്കുവാൻ ഒരു ഏകോപനപരമായി ഈ പ്രവർത്തനം അതായത് രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് വലിയൊരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന ആരോപണവുമായി തന്നെയാണ് കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഈ സ്ഥലത്തുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത ഏറ്റെടുത്തതിന് ശേഷം കുറച്ചെങ്കിലും മന്ദഗതിയിലായിരുന്ന പ്രവർത്തനം കുറച്ചെങ്കിലും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. കുറച്ചെങ്കിലും നല്ല രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത തന്നെയാണ് ജിതിനുമായി ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും രജനി, വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ പ്രദേശത്തുകാർ അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ലോറിയുടെ എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ശുഭസൂചന തന്നെയാണ്. അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി ഈ വീട് ഒന്നാകെ കാത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ അർജുനെ പറ്റി പറയുകയാണെങ്കിൽ +2 പഠനത്തിന് ശേഷം വീടിന്റെ അത്താണിയായി മാറിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ആദ്യം. പിന്നീടാണ് ഈ വാഹനം ഓടിക്കുന്ന ജോലിയിലേക്ക് കയറിയത്. അതിനുശേഷം ആ വീട്ടിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അർജുനാണ്. അർജുന്റെ പിതാവ് അസുഖബാധിതനാണ്. 2.5 വർഷമായിട്ടേയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അത്തരത്തിൽ അർജുനെ കാത്തിരിക്കുന്ന ഒരുപാട് ജീവനും ജീവിതങ്ങളും ഒക്കെ തന്നെയും ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെയും നാട്ടുകാരുൾപ്പെടെ അർജുന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വലിയൊരു രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അർജുനെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ലൊക്കേഷൻ അനുസരിച്ച് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം സുരക്ഷിതമായി നടക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രതികൂലങ്ങൾ, അതായത് ഈ കാലാവസ്ഥയാണ്. മഴ ശക്തമായി പെയ്താൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അർജുനായുള്ള പ്രാർത്ഥനയിലാണ് നാടും വീടും എന്ന് തന്നെ പറയാം. വലിയൊരു ശുഭ പ്രതീക്ഷയിലാണ് ഈ നാടൊന്നാകെ. രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമായി നടക്കണം എന്നൊരു കാര്യവും ബന്ധുക്കൾ പറയുന്നു. കാരണം ഇത്തരത്തിലൊരു അപകടം നടന്നിട്ട് ആരും തന്നെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുവാനും ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിൽ വലിയൊരു രീതിയിൽ വാർത്ത വന്നപ്പോഴാണ് ഇത്തരത്തിൽ തന്നെയാണ് ദിസ്ന. ആരും ആശ്രയമില്ലാത്ത ഒരു തരത്തിലായിരുന്നു ആദ്യം ഈ അർജുന്റെ കുടുംബം ഉണ്ടായിരുന്നത്. അവിടെയും മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ് ഇത്രയും അധികം ഊർജിതമായ ഒരു തെരച്ചിലിന് കാരണമായതെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മലയുടെ മുകൾ ഭാഗത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും രജനി, രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനമായും വെല്ലുവിളിയായി പറയുന്നത് ഇത് സമയം ഏകദേശം വൈകുന്നേരം, അതായത് രാത്രി വൈകുന്നേരമാവാനായി. ഈ സമയത്തൊക്കെ തന്നെയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തടസ്സം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 കനത്ത മഴയാണ് ഈ പ്രദേശത്ത് പെയ്യുന്നത്. സമീപത്തുള്ള പുഴയൊക്കെ ആണെങ്കിൽ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കനത്ത മഴ ഈ പ്രദേശത്തെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട്. ഈ മഴ നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുന്നത്. നേരത്തെ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടറും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മണ്ണിടിയാനുള്ള സാധ്യത വീണ്ടും ഉണ്ട്. അത്തരത്തിലാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ വളരെയധികം ദുഷ്കരമായി ബാധിക്കുമെന്ന കാര്യം തന്നെയാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ പറ്റി രജനി സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ആ കുടുംബത്തിന് എവിടെയാണ് ഈ പരാതി പറയേണ്ടത് എന്ന് കരുതിയിരുന്ന കുടുംബത്തിന് മാധ്യമങ്ങളുടെ ഇടപെടൽ വന്നതിന് ശേഷം വലിയൊരു പിന്തുണ ലഭ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടത്.
നേരത്തെ സഹോദരി പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 4 ദിവസമായി ഇന്നേക്ക് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ലൊക്കേഷൻ അറിയാൻ ഫോൺ റിംഗ് ചെയ്തിരുന്നു. മറ്റ് അത്യാധുനിക സൗകര്യമുള്ള ലോറിയാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എഞ്ചിൻ ഓൺ ആയിരുന്നു. അത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്നു. വിവരം അപ്ഡേറ്റ് ചെയ്ത് വീട്ടുകാർക്ക് ലഭ്യമായിരുന്നു. ആ വിവരം അവർ അധികൃതരെ അറിയിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കുടുംബവും നാട്ടുകാരും ഒക്കെ തന്നെയും ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്ത് ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ള ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു. എന്നാൽ ശക്തമായ മഴ തന്നെയാണ് ഈ പ്രദേശത്ത് ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിന് വീണ്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും, രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുമോ എന്നൊക്കെ തന്നെയും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള സജ്ജീകരണ പ്രവർത്തനങ്ങളോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ദസ്ന, ഇവിടെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഒപ്പം ഇനി രാത്രിയാവാൻ പോവുകയാണ്. 4-4:15 മണിയോളം ആയി. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്കുള്ള രക്ഷാപ്രവർത്തനം? അത് ഏതാണ് ദുഷ്കരമാണെന്ന് നേരത്തെ ദസ്ന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സംഘങ്ങൾ NDRFന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നാവികസേനയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ എത്തുവാനുള്ളൊരു സാധ്യത കൂടെ കാണുന്നില്ലേ? തീർച്ചയായും NDRF സംഘങ്ങൾ കൂടുതലായി അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കളക്ടർ അടക്കം അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ നാവിക സേനാംഗങ്ങളും കൂടുതലായി അവിടെ എത്തും എന്നൊരു വിവരമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ മാത്രം ഈ പ്രദേശത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സമയം വൈകുന്നേരം ആവാനായി. ഈ സമയം പ്രത്യേകിച്ച് കാലാവസ്ഥ അന്തരീക്ഷം നമുക്ക് നോക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. കാരണം കനത്ത മഴയാണ്. അതോടൊപ്പം തന്നെ രാത്രിയായാൽ വെളിച്ചത്തിന്റെ അപര്യാപ്തതയും ആ പ്രദേശത്തുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ രൂക്ഷമായി ബാധിക്കും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് സംഘം എത്തിയിട്ടുള്ളത്. ഒരു ജീവന് വേണ്ടി മണ്ണിനടിയിൽ അല്ലെങ്കിൽ 4 ദിവസത്തോളം മണ്ണിനടിയിൽ കിടന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനെതിരെ തന്നെയാണ് ഈ കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. അർജുന്റെ അച്ഛനടക്കം വലിയൊരു രീതിയിൽ വികാരാധീനനായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, ഇത്രയും ദിവസം തങ്ങൾ ശരി ദസ്ന, എന്തായാലും കോഴിക്കോട് മുക്കത്തെ അർജുന്റെ കുടുംബം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ്. വരും മണിക്കൂറുകൾ ശുഭകരമായ വാർത്തകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ തന്നെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. നേവിയുടെയും NDRFന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം വെല്ലുവിളിയായിട്ട് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മഴയും അതുപോലെ തന്നെ തുടർ മണ്ണിടിച്ചിലുകളും ഉണ്ടാകുന്നുണ്ട്. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ GPS സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുകയാണ്. ഒപ്പം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയൊക്കെ തന്നെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും ശുഭകരമായ വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.